കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം വയനാട്ടിലേക്ക് തിരിക്കും. കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് ഇരുവരും ഹെലികോപ്റ്ററിൽ ഇറങ്ങുക. തുടർന്ന് രാഹുലും പ്രിയങ്കയും ഒന്നിച്ചു നയിക്കുന്ന റോഡ് ഷോ നടക്കും. വർണ്ണാഭമായ റോഡ് ഷോയ്ക്ക് ഒടുവിൽ കളക്ട്രേറ്റിലെത്തി പത്രിക സമർപ്പിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഗസ്റ്റ് ഹൌസിൽ നിന്ന് രാഹുലും പ്രിയങ്കയും വയനാട്ടിലേക്ക് തിരിക്കും. ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് TJ ശ്രീലാൽ നമുക്കൊപ്പം ചേരുകയാണ്, ന്യൂസ് 18 ഇൻപുട്ട് എഡിറ്റർ. ശ്രീലാൽ, ഒരുപക്ഷെ പ്രധാനമന്ത്രിയാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വ്യക്തിയാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകാൻ പോകുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവം. എങ്ങനെയാകും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വയനാട് ഇന്നത്തെ ദിവസം എഴുതി ചേർക്കുക? രേണുക, വലിയ ആവേശമാണ് വയനാട്ടിലും കൽപ്പറ്റയിലും ആകെ ഉള്ളത്. രാവിലെ തൊട്ട് തന്നെ പ്രവർത്തകർ കളക്ടറേറ്റിലേക്കും ഈ സ്ഥലത്തേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പ്രതീക്ഷിച്ച് രാവിലെ മുതൽ ഇവിടെ വലിയ സംഘങ്ങളാണ് എത്തിയിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ഇവിടെയുണ്ട്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ ജാഥകളായും മറ്റും ഇവിടെ എത്തിയാണ് പ്രവർത്തകർ എത്തുന്നത്. അതിനോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതീവ ഗൗരവമായി തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി എത്തുന്നു എന്നുള്ളത് സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള പ്രവർത്തകർക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തന്നെയാണ് രാഹുൽ ഗാന്ധി. ആ പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ള പ്രധാന സ്ഥാനാർത്ഥി എത്തുന്നുള്ള ഒരു വലിയ ആവേശം തന്നെയാണ് പ്രവർത്തകർക്കിടയിലുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കളക്ടറേറ്റിലാണ്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി എത്തി പത്രിക സമർപ്പിക്കുക. വലിയ സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നു. ഈ കളക്ടറേറ്റിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രത്യേക പാസ് ഉണ്ടെങ്കിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ കളക്ടറേറ്റിലേക്ക് മാധ്യമപ്രവർത്തകരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ കടത്തിവിടില്ല. അവിടെ അതീവ സുരക്ഷയാണ്. ഏജൻസികൾക്ക് മാത്രമാണ് ഇന്നിപ്പോൾ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയ ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ നിന്നുമുള്ള ചില നമ്മളിപ്പോൾ പല്ലവി ചേരുന്നു. പല്ലവി CNN ന്യൂസ് 18 നെറ്റ്വർക്കിൻ്റെ വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകയാണ്. പല്ലവി, യു ആർ ഹിയർ ഇൻ വയനാട്. So why you are here in Wayanad? Well, to cover Rahul Gandhi's nomination over here. I mean, I've always tracked Rahul Gandhi when he's filed his nomination in Amethi, and his first time round, he moves out of Amethi. It's interesting because, when you look at northern Indian politics, many of them don't understand what is the need for him to go to Wayanad. See, there are people who are angry in Amethi. The BJP, Smriti Irani is very aggressive campaign, Shilal. But the fact is, at the end of the day, they'll always end up voting for someone from the Nehru Gandhi family. So, if the logic was being given that he's playing it safe, that logic doesn't apply to Amethi. You mean to say there is no problem with Rahul Gandhi winning Amethi and all these are false propaganda? No, I don't think there's a problem. I think the margin at the most may come down. Last time around, that's exactly what happened. The margin came down, so it was an embarrassment. But I don't think that's the reason. I mean, if you listen to top Congress sources, they say that that's not true, that he's going to lose from Amethi. But, he wants to make that political point. I want to make an inroad. I want to take on even my allies like the left, for example. Then coming to Kerala, this southernmost part of India, and the message which comes from here is like, as he says, Rahul says that I want to bridge South India and North India. There is a gap between South India and North India. It's cleverly created a gap. So what do you think, as a person who is covering Rahul Gandhi for so long, Congress for so long, as we all know? So what do you think? Why is he coming to Kerala, especially? As you said, left is okay. But why Kerala? Why not Karnataka or why not Tamil Nadu? I mean, that proposal was put up for him to also contest from Karnataka. They actually did calculations and they realized that the safest seat for them would be from Wayanad over here because it's been a Congress seat. And in terms of sheer number, see, it's not important for Rahul Gandhi just to win. He has to win with a massive number. He has to show that large number of people came out and voted because he's Rahul Gandhi and therefore he's from the Congress party. That's also a strong message that they need to send out to. I mean, remember how Indira Gandhi, Sonia Gandhi won with a huge margin in Bellary and Chikmagalur. They want to do a repeat of that. Okay, thank you very much. Have a safe day. ഇതാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുന്നത്. അത് ഒരു സന്ദേശം നൽകുക എന്നുള്ളതാണ്. അതായത് നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു. അത് ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു വലിയ ആവശ്യമായി രാഹുൽ ഗാന്ധി തന്നെ എന്തുകൊണ്ട് കേരളത്തിലേക്ക് എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നു. കേരളത്തിലേക്ക് വരുന്നത് രാഹുൽ ഗാന്ധി ഒരു വലിയ സന്ദേശം നൽകുക തന്നെയാണ്. നോർത്ത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ദക്ഷിണേന്ത്യയിലേക്കും എത്തുന്നു എന്നുള്ള വലിയ സന്ദേശം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇപ്പോൾ പല്ലവി സൂചിപ്പിച്ചതുപോലെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. BJPയെ വടക്കേന്ത്യയിലും CPM അടക്കമുള്ള ഇടതു പാർട്ടികളെ ദക്ഷിണേന്ത്യയിലും നേരിടുന്നു എന്നുള്ള വലിയ സന്ദേശം കൂടി നൽകുന്നു. ഇങ്ങനെ ഒരു വലിയ സന്ദേശം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുകയാണ് വയനാട്. ദേശീയ ശ്രദ്ധയിലേക്ക് തന്നെ വയനാട് മാറിയിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. രാജ്യാന്തര മാധ്യമങ്ങൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ
വയനാട്ടിൽ ഒരുക്കേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇവിടുത്തെ ഈ പരിപാടി തന്നെ ഈ വയനാട്ടിലെത്തി അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകുന്നത് അടക്കമുള്ള പരിപാടികളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാമെന്നുള്ള ചില നാമനിർദ്ദേശ പത്രിക നൽകുന്നതിൽ മാറ്റം വരില്ല. എന്തായാലും അദ്ദേഹം 11:00-11:30 ഇടയ്ക്ക് നാമനിർദ്ദേശ പത്രിക നൽകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പരിപാടിയിൽ വയനാട്ടിലെ പരിപാടിയിൽ തന്നെ ഒരു പക്ഷേ ചില മാറ്റങ്ങൾ അവസാന നിമിഷം ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട്. അത് ഈ അടുത്ത ദിവസങ്ങളിൽ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള മറ്റ് ചില കാരണങ്ങൾ കൂടിക്കൊണ്ടാണ് മാവോയിസ്റ്റ് ഭീഷണിയുണ്ട് എന്നുള്ള കാരണങ്ങൾ പുറത്തു വരുന്നു. ഇങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിൽ ഒരു പക്ഷേ റോഡ് ഷോ വെട്ടിച്ചുരുക്കിയേക്കാം. റോഡ് ഷോ റദ്ദാക്കില്ല, റോഡ് ഷോ ഉണ്ടാകും. രാവിലെ തൊട്ട് തന്നെ പ്രവർത്തകർ ഇവിടെ എത്തി രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. റോഡ് ഷോ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് വയനാട് എത്തുന്നത്, കൽപ്പറ്റ എത്തുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നും വയനാട്ടിൽ നിന്ന് മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്നും കൂടി പ്രവർത്തകർ രാവിലെ തന്നെ കൂട്ടമായി എത്തുന്നു. അതുകൊണ്ട് തന്നെ റോഡ് ഷോ ഒഴിവാക്കാൻ ഒരു കാരണവശാലും സാധ്യമല്ല. പക്ഷേ റോഡ് ഷോയുടെ നീളം ഒരു പക്ഷേ വെട്ടിക്കുറച്ചേക്കാം. കളക്ടർ ലാൻഡിംഗ് പാഡിൽ നിന്ന്, അതായത് രാഹുൽ ഗാന്ധി തൊട്ടപ്പുറത്തുള്ള സ്കൂളിലാണ് ഇറങ്ങുന്നത്. അവിടെ നിന്ന് രാഹുൽ ഗാന്ധി ഈ കളക്ടറേറ്റിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തേണ്ടത്. ഏതാണ്ട് ഒരു 250-300 മീറ്റർ മാത്രമാണ് ഈ ലാൻഡിംഗ് സ്കൂളിൻ്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്കൂളിൻ്റെ ഹെലിപാഡിൽ നിന്നും ഇവിടേക്കുള്ളത്. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് പഴയ ബസ് സ്റ്റാൻഡ് വരെയുള്ള ദൂരം അദ്ദേഹം റോഡ് ഷോ നടത്തുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ദൂരത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് വെട്ടിക്കുറയ്ക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസ് നൽകിയിട്ടുണ്ട്. SPG അങ്ങനെ ഒരു പരിപാടി ആലോചിക്കുന്നുണ്ട്. എന്തായാലും വലിയ സുരക്ഷയിൽ തന്നെയാണ് വയനാട്. അതിനേക്കാൾ വലിയ ആവേശത്തിലാണ് ഇവിടുത്തെ പ്രവർത്തകർ. TJ ശ്രീലാലാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ആവേശത്തിലാണ് പ്രവർത്തകർ. ഇപ്പോൾ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് നമുക്കൊപ്പം വിനേഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. വിനേഷ്, നേരത്തെ അവിടെയും പ്രവർത്തകർ ധാരാളമായി തമ്പടിച്ചിരുന്നു. രാഹുൽ അവിടെയാണ് ഹെലികോപ്റ്ററിൽ ഇറങ്ങുക. അവിടെ പ്രവർത്തകരുടെ വലിയ തിരക്ക് തന്നെ രാവിലെ മുതൽ തന്നെ കാണാമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അവിടെ? രേണുക, ഇവിടെ പൂർണ്ണമായും ഇപ്പോൾ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധി വന്നിറങ്ങുന്ന കൽപ്പറ്റ SKMJ മൈതാനത്തിന് പുറത്തുള്ള ദേശീയപാതയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് വൻ ആൾക്കൂട്ടം. രാവിലെ 6 മണി മുതൽ തന്നെ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മലബാറിന്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നുമായി ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏറെക്കുറെ ഗതാഗതം തടസ്സപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഗതാഗതം അദ്ദേഹം വരുന്നതോടനുബന്ധിച്ച് ആ സമയം നോക്കി ഈ ഭാഗത്തുള്ള ഗതാഗതം തടസ്സപ്പെടുത്തും. അതിനുശേഷം ബൈപ്പാസ് വഴിയായിരിക്കും വാഹനങ്ങൾ വിടുക എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം. എന്തായാലും 9:30 കൂടി അദ്ദേഹം കോഴിക്കോട് നിന്ന് പുറപ്പെടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. അങ്ങനെയാണെങ്കിൽ 9:45-നും 10 മണിക്കും ഇടയിൽ അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യും. അതിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയ ശേഷമായിരിക്കും റോഡ് ഷോ ഏകദേശം പഴയ സ്റ്റാൻഡ് വരെയാണ്. ആ റോഡ് ഷോ ഒരു പക്ഷേ അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയേക്കാം. ചിലപ്പോൾ ഒരു 1/2 കിലോമീറ്റർ ദൂരം മാത്രമായിരിക്കും ചിലപ്പോൾ അനുവദിക്കാനുള്ളൊരു സാധ്യത എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. അതനുസരിച്ചാണെങ്കിൽ ഏകദേശം ചന്ദ്രഗിരി ഓഡിറ്റോറിയം വരെ പോയി തിരിച്ച് കളക്ടറേറ്റിലേക്ക് തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കും പോവുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ഇപ്പൊ വൻ ആൾക്കൂട്ടം തന്നെ ഇവിടെ കാണാം. ഈ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ആളുകളാണ്. രാഹുലിനെ കാണാമെന്നല്ലേ? എങ്ങനെയാ ആവേശം എത്രത്തോളം? പ്രതീക്ഷ 5 ലക്ഷം ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കും. 5 ലക്ഷം. ഞാൻ മലപ്പുറം തിരൂരിൽ നിന്ന് വരികയാണ്. എത്രത്തോളം അദ്ദേഹം ഇവിടെ വീണ്ടും ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെക്കും എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അതെങ്ങനെ കാണുന്നു? ഇല്ല, അങ്ങനെ രാജിവെക്കും എന്നുള്ളത് അങ്ങനെ പറയുന്നുള്ളൂ. പക്ഷെ അത് ഒരിക്കലും സംഭവിക്കൂല. അദ്ദേഹം ഇവിടുന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഇവിടുത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യും. കേരളത്തിലെ UDF-ന്റെ പ്രവർത്തകർക്ക് വളരെ ആവശ്യമാണ് രാഹുലിന്റെ വരവ്. അതിനായിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് ആവശ്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ രാഹുലിവിടെ എത്തിച്ചേരും. നമുക്ക് കാണാം. 4 ലക്ഷം വോട്ടിന് ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിക്കുന്നുള്ള ഉറപ്പാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും. ജനങ്ങളുടെ ഹൃദയമാണ്, ജനങ്ങളുടെ ആവേശമാണ്, കേരളത്തിൽ ഒന്നടക്കം ഒരു ആവേശമാണ് ജ്വലിക്കുന്നത്. രാജ്യത്ത് നമ്മൾ 5 വർഷമായിട്ട് ഈ പ്രതിപക്ഷം പ്രത്യേകിച്ച് സെക്കുലർസ് നേരിട്ട വെല്ലുവിളിക്കെതിരെ കേരളത്തിൽ നിന്ന് ഉയർന്ന ശബ്ദം അത് രാജ്യം മൊത്തം ശ്രദ്ധിച്ചൊരു ശബ്ദമായിരുന്നു. അതിൻ്റെ മുമ്പന്തിയിലേക്ക് രാഹുൽ ഗാന്ധി വരുമ്പോൾ നമ്മുടെ നാട് രാഹുൽ ഗാന്ധിയെ വരവേൽക്കുക എന്നതിൽ കവിഞ്ഞൊരു രാഷ്ട്രീയം നമുക്ക് പറയാനില്ല. അതായത് രാജ്യത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളമായിരുന്നു ഉറ്റുനോക്കിയത് സെക്കുലർ വിഭാഗത്തിന്റെ. അവിടെ എവിടെയാണ് രാഹുൽ ഗാന്ധി വരുമ്പോൾ വിഭിന്നമായ രാഷ്ട്രീയം നമുക്ക് പറയാനുള്ളത്? രാഹുൽ ഗാന്ധിയെ എല്ലാവരും കൂടി സ്വീകരിക്കുക. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ച് മറ്റൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അടുത്ത പ്രധാനമന്ത്രി ഞങ്ങൾ ഇവിടുന്ന് നിലമ്പൂര്. കേരളത്തിലെ UDF തരംഗം ഉണ്ടാകും. 5 ലക്ഷം കേരളം കണ്ട ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി ഇവിടുന്ന് വിജയിക്കുകയും ചെയ്യും.
രാവിലെ നേരത്തെ എത്തിയിരുന്നു നിങ്ങളൊക്കെ? ഞങ്ങൾ രാവിലെ നേരത്തെ എത്തി, പുലർച്ചെ എത്തി. ഇന്ത്യ കണ്ട ഭൂരിപക്ഷത്തിന്, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധിനെ അവിടുന്ന് പറഞ്ഞേക്കും. യാതൊരു സംശയവും ആ കാര്യത്തിൽ. ഒറ്റക്കെട്ടായി എല്ലാവരും അതിന് മുന്നിട്ട് ഇറങ്ങാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ ഒരു നിമിഷത്തിനും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ ലീഡോട് കൂടി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധിനെ വിജയിപ്പിക്കുന്നില്ലെങ്കിൽ സംശയം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാതന്ത്ര്യ സമരമാണ്. നമ്മുടെ രാജ്യം തകർന്ന് നാശകോശമായിരിക്കുകയാണ്. ഇന്ത്യയെ രക്ഷിക്കാൻ രാഹുലിനും കോൺഗ്രസിനെ കഴിയുള്ളൂ. ഇന്ത്യയുടെ മതേതരത്വം, ഇന്ത്യയുടെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ പുതിയ രാജകുമാരൻ രാഹുൽ ഗാന്ധി വന്നിരിക്കുകയാണ്. ഇത് വയനാട്ടിലല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലെങ്ങും അലയടിക്കും. ഇതാ ആവേശം അതിന്റെ ഏറ്റവും പാരമ്യത്തിലെത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം ഇപ്പോൾ തന്നെ ചെറു സംഘങ്ങളായുള്ള റോഡ് ഷോകളാണ് നടക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു ഹെലികോപ്റ്റർ കടന്നു വരുന്നുണ്ട്. ഇതിൽ അദ്ദേഹം ഉണ്ടോ എന്നുള്ള കാര്യം, അതോ പരീക്ഷണാടിസ്ഥാനത്തിലാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും ആളുകൾ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഇത് കാണുന്നത്. ഇത് ഹെലിപ്പാഡിലേക്ക് എത്തുകയാണ്. അതാ ലാൻഡ് ചെയ്യുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന ഒരു ദൃശ്യം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് പരീക്ഷ SKMJ ഗ്രൗണ്ടിൽ നിന്ന് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി വരുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നു. ഹെലികോപ്റ്ററിന്റെ പരീക്ഷണ പറക്കൽ ഉൾപ്പെടെ നടക്കുന്നു, നമ്മൾക്ക് കാണാം. എന്തായാലും രാഹുൽ ഗാന്ധി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. അദ്ദേഹം അല്പസമയത്തിനകം മാത്രമേ അവിടെ നിന്ന് പുറപ്പെടുകയുള്ളൂ. വിക്രം മൈതാനിയിൽ നിന്നാണ് അദ്ദേഹത്തിന് യാത്ര പുറപ്പെടുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ അവിടെയും നടന്നു വരികയാണ്. നമുക്ക് സനോജ് സുരേന്ദ്രനിലേക്ക് കൂടി പോകാം. സനോജ്, വയനാട് ഒരുങ്ങിയിരിക്കുകയാണ്, പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി എത്തുന്ന ഇടങ്ങളൊക്കെയും വലിയ സ്വീകരണത്തിനായി വയനാട് കാത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധി എപ്പോൾ പുറപ്പെടും? രേണുക, ഇപ്പോൾ 8:30 പുറപ്പെടുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ DCC പ്രസിഡന്റ് കൂടിയായ TCDK വ്യക്തമാക്കിയത്. എന്നാൽ അല്പം കൂടി വൈകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏകദേശം 9 മണിക്ക് ശേഷമാവും അദ്ദേഹം ഇവിടെ നിന്നും യാത്ര തിരിക്കുക. ഇപ്പോഴും അദ്ദേഹമുള്ളത് കോഴിക്കോട് സർക്കാർ അതിഥി മന്ദിരത്തിൽ തന്നെയാണ്. ഇവിടെ UDFന്റെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ തന്നെയുണ്ട്. കോൺഗ്രസ് നേതാക്കളായ TCDക്ക്, ഒപ്പം ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുകുൾ വാസനിക്ക് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം തന്നെ ഇവിടെയുണ്ട്. അവരുമായി രാവിലെ കൂടിയാലോചനകൾ നടത്തിയിരുന്നു. കാരണം വയനാട് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നടത്തേണ്ട നടപടിക്രമങ്ങൾ, അവിടെ സംഘടിപ്പിക്കേണ്ട റോഡ് ഷോ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ കൂടിയാലോചിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു രാവിലെയുള്ള കൂടിയാലോചന. ഇന്നലെയും സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ ഉണ്ടായിരുന്നു. എന്തായാലും സർക്കാർ അതിഥി മന്ദിരത്തിലേക്ക് ഇപ്പോൾ ആളുകളെ കടത്തിവിടുന്നതിന് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി വ്യക്തമായ പാസുകളുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങോട്ടേക്ക് കയറിപ്പോകാൻ കഴിയുകയുള്ളൂ. പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തിരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാന ഗേറ്റിൽ വ്യക്തമായ പരിശോധന, ഒപ്പം മതിയായ പാസുകൾ ഉണ്ടെങ്കിൽ മാത്രം അവരുടെ രേഖകൾ പരിശോധിച്ച ശേഷമാണ് അവിടത്തേക്ക് കടത്തിവിടുക. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലും ഇവിടെ വന്നിട്ടും അകത്തേക്ക് പോകാൻ കഴിയാതെ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടെ ശക്തമായ സുരക്ഷാ ക്രമീകരണം ഒരുക്കി. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോലീസിൻ്റെ പൂർണ്ണ വലയത്തിൽ തന്നെയാണ് സർക്കാർ അതിഥി മന്ദിരത്തിൻ്റെ പ്രവേശന കവാടമെല്ലാം തന്നെ. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ നിന്നും 1/2 കിലോമീറ്റർ മാത്രമാണ് വിക്രം മൈതാനത്തേക്കുള്ളത്. വെസ്റ്റിലുള്ള വിക്രം മൈതാനത്തിൽ നിന്നുമാണ് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം ഇവിടെ നിന്നും യാത്ര തിരിക്കുക. അതിന് മുന്നോടിയായി ഇവിടെ നിന്നും റോഡ് മാർഗം പോവേണ്ട വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ, സർക്കാർ വാഹനങ്ങൾ, ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ പരിശോധന ഇവിടെ പൂർത്തിയായിരുന്നു. ഡോഗ് സ്ക്വാഡിൻ്റെയൊക്കെ നേതൃത്വത്തിലും ബന്ധപ്പെട്ട SPG സുരക്ഷാ സേനയുടെയൊക്കെ നേതൃത്വത്തിലുള്ള പരിശോധനകളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ആ വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 മിനിറ്റ് പോലും യാത്രയില്ല. അവിടെ നിന്നും എത്തി വിക്രം മൈതാനിയിൽ നിന്നും അദ്ദേഹം നേരെ ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അവിടെ എത്തിയ ശേഷമാവും. സനോജ്, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് വയനാട്ടിലെ രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ ഉമ്മൻചാണ്ടിയും മുകുൾ വാസനിക്കും ഒക്കെ എത്തിയിരിക്കുന്നു ഹെലികോപ്റ്ററിൽ എന്നതാണ്. നേതാക്കന്മാർ അവിടെ ഉമ്മൻചാണ്ടിയും മുകുൾ വാസനിക്കും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ തന്നെ എത്തിയിരിക്കുന്നു. ആരൊക്കെയാണ് ഇനി രാഹുലിനൊപ്പം ഉണ്ടാവുക? ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ഏതൊക്കെ നേതാക്കൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? രേണുക, DCC പ്രസിഡന്റ് കൂടിയായ TCDK നമ്മോട് പറഞ്ഞിരുന്നത് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും, ഒപ്പം മുകുൾ വാസനിക്കും, ഉമ്മൻചാണ്ടിയും, രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ 8:30 മണിയോടുകൂടി ഇവിടെ നിന്നും പുറപ്പെടുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിൽ അതിനുശേഷം അത് 9 മണിയാവുകയും 9:30 ആവുമെന്ന് പറയുന്നു. വ്യക്തമായ ഒരു സൂചന, അതായത് സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ കൃത്യസമയം സൂചിപ്പിക്കാത്തത്.
എന്തായാലും 9 മണിക്ക് ശേഷം ഇവിടെ നിന്ന് പുറപ്പെടും. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ സഞ്ചരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നു. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള സൂചനകളും വ്യക്തതകളുമൊക്കെ തന്നെ അല്പസമയത്തിനകം നമുക്ക് ലഭിക്കും. ഉടൻ തന്നെ, അതായത് 9 മണിയോടുകൂടി തന്നെ, ഇപ്പോൾ 8:30 കഴിഞ്ഞിരിക്കുകയാണ്, 9 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്നും യാത്ര തിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടരുക സനോജ്. ഇപ്പോൾ എസ് വിനേഷ് കുമാർ വീണ്ടും ചേരുകയാണ്. വിനേഷ്, ഉമ്മൻചാണ്ടിയെയും മുകുൾ വാസ്നിക്കിനെയും ഒക്കെ നമുക്ക് കാണാം. ആ ഹെലികോപ്റ്ററിൽ അവരായിരുന്നു ഉണ്ടായിരുന്നത്. നേതാക്കന്മാർ രാഹുലിന് മുന്നേ തന്നെ എത്തിയിരിക്കുന്നു. എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുക, അതിന്റെ ഉത്തരവാദിത്വമൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടിയായിരിക്കും. കെ.സി. വേണുഗോപാലിനാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന്റെ ആകെ ചുമതലയും ഉള്ളത്. എങ്ങനെയാണ് കാര്യങ്ങൾ? നേതാക്കൾ അവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്? വിനേഷ്, കേൾക്കാമോ? വിവരം കാരണം ഈ ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ളവർ എടുക്കുന്ന പറയൂ. വിനേഷിലേക്ക് വരാം. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. എന്തായാലും നേതാക്കന്മാർ ഇപ്പോൾ തന്നെ വയനാട്ടിലെത്തിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയും മുകുൾ വാസ്നിക്കും മറ്റ് നേതാക്കന്മാരും പ്രത്യേക ഹെലികോപ്റ്ററിൽ SKMJ മൈതാനിയിൽ ഇറങ്ങിയിരിക്കുന്നു. രാഹുൽ എത്തുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ, അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് കൂടി വേണ്ടിയാകും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രാഹുലിന് മുന്നേ തന്നെ വയനാട്ടിലെത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും രമേശ് ചെന്നിത്തലയും മറ്റും ഗസ്റ്റ് ഹൗസിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പവും നേതാക്കൾ ഉണ്ട്. രാഹുൽ ഗാന്ധി ഒപ്പം തന്നെയായിരിക്കും രമേശ് ചെന്നിത്തല ആ ഹെലികോപ്റ്ററിൽ തന്നെയായിരിക്കും എത്തുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. വയനാട് കാത്തിരിക്കുന്നു രാഹുൽ ഗാന്ധിയെ. പ്രവർത്തകരുടെ തിരക്കാണ്. രാഹുൽ എത്തുമെന്ന് പറയുന്ന കേന്ദ്രങ്ങളിൽ ഒക്കെയും പ്രവർത്തകരുടെ തിരക്കാണ് കാണാൻ കഴിയുന്നത്. SKMJ സ്കൂൾ ഗ്രൗണ്ടിന് ചുറ്റും ഉള്ള ഇടങ്ങളിൽ പ്രവർത്തകർ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ തമ്പടിച്ചിട്ടുണ്ട്. നേരത്തെ രാഹുൽ ഗാന്ധി എത്തി നാമനിർദ്ദേശ പത്രിക നൽകുന്ന കളക്ട്രേറ്റിന് പരിസരവും പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങേയറ്റം ആവേശത്തിലാണ് പ്രവർത്തകർ. ആവേശം വാനോളം ഉയർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. വിനേഷ് SKMJ ഗ്രൗണ്ടിൽ നിന്ന് സമീപത്തു നിന്നും ചേരുന്നുണ്ട്. വിനേഷ്, ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ അവിടേക്ക് എത്തിയിരിക്കുന്നു. അവർ എവിടേക്കാണ് പോകുന്നത്? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? രേണുക, മുകുൾ വാസ്നിക്കും അതുപോലെ ഉമ്മൻചാണ്ടിയും ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഇവിടെ അല്പസമയം മുമ്പ് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇവർ DCC ഓഫീസിലേക്ക്, അതായത് കൽപ്പറ്റയിലുള്ള DCC ഓഫീസിൽ പോവുകയും അവിടെ പ്രത്യേക കൂടിയാലോചനകൾ നടത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം റോഡ് ഷോ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട്. റോഡ് ഷോ ഒരു കാരണവശാലും റദ്ദാക്കാനുള്ള സാധ്യത ഇല്ലെങ്കിൽ പോലും ആദ്യം 4 കിലോമീറ്റർ ദൂരമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് FPGയുടെ നിർദ്ദേശപ്രകാരം 2 കിലോമീറ്റർ എന്നുള്ള രീതിയിലേക്ക് മാറ്റി. പക്ഷേ ഇപ്പോൾ 400 മീറ്റർ മാത്രമേ അനുവദിക്കാൻ കഴിയൂ എന്നുള്ള ഒരു സുരക്ഷാ വിഭാഗത്തിന്റെ ഒരു മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യം വ്യക്തമല്ല. ഇത് ഈ യോഗത്തിലൂടെ ഇവർ ഇക്കാര്യം ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് KPCC വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും റോഡ് ഷോ, അതായത് 9:30 കൂടി അല്ലെങ്കിൽ 9:30 കൂടി കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് 10 മണിക്ക് മുമ്പായി ഇവിടെ എത്തുകയും 10 മണിക്ക് ഇവിടെ നിന്ന് പഴയ സ്റ്റാൻഡിലേക്ക് പോവുകയും പഴയ സ്റ്റാൻഡിലേക്ക് റോഡ് ഷോ ആയി പോയി അവിടെ നിന്ന് കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നുള്ള നിലവിലുള്ള ഷെഡ്യൂൾ. ഇതിലാണ് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സുരക്ഷാ സേനയുടെ നിർദ്ദേശം വന്നിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതനുസരിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ലാൻഡ് ചെയ്യുന്ന ഞാൻ നിൽക്കുന്ന SKMJ മൈതാനത്ത് നിന്ന് ഏകദേശം ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിനോ അല്ലെങ്കിൽ കനറ ബാങ്കിനോ സമീപമുള്ള ഭാഗത്ത് പോയി തിരിച്ചു വരാനുള്ള ഒരു സാധ്യത മാത്രമാണ് കാണുന്നത്. അത് ഏകദേശം, പക്ഷേ ബാരിക്കേഡുകളെല്ലാം ഇന്നലെ രാത്രി മുതൽ തന്നെ പൂർണ്ണമായും നമ്മൾ പഴയ സ്റ്റാൻഡ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ 2 കിലോമീറ്റർ ദൂരത്തിൽ പൂർണ്ണമായും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ റോഡ് ഷോ വെട്ടിക്കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ കിലോമീറ്റർ, ഈ 2 കിലോമീറ്റർ എന്നുള്ളത് 400 മീറ്റർ ആക്കി വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് ഈ കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ നിലവിലെ സുരക്ഷാ സേന 400 മീറ്റർ ആക്കി ചുരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് അണികൾക്കിടയിൽ അല്ലെങ്കിൽ ഈ ഇവിടെ എത്തിയിരിക്കുന്ന പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള നിരാശയ്ക്ക് കാരണമാവുമെന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ഇവിടെ വലിയ ജനക്കൂട്ടം തന്നെയുണ്ട്. ദേശീയപാത, കോഴിക്കോട് ബാംഗ്ലൂർ ദേശീയപാത പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട വാഹനങ്ങൾ കഷ്ടിച്ച് കടന്നു പോവുക മാത്രമാണ് ചെയ്യുന്ന പ്രവർത്തകരും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും പോകുന്ന പോലീസിന്റെയും വാഹനങ്ങൾ മാത്രമാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ബാംഗ്ലൂർ ദേശീയപാതയിലെ ഗതാഗതം ബൈപ്പാസ് വഴി, കൽപ്പറ്റ ബൈപ്പാസ് വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. അവിടെ അയ്യപ്പ ക്ഷേത്രത്തിന്റെ അവിടെ നിന്നുള്ള ബൈപ്പാസ് റോഡിലേക്ക് മാറ്റിയിട്ടാണ് അതുവഴിയാണ് ഇപ്പോൾ ആളുകൾ
വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ ആവേശങ്ങൾ ചെറു സംഘങ്ങളായി റോഡ് ഷോ. വിനേഷാണ് SKMJ ഗ്രൗണ്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വലിയ ആവേശത്തിൽ അവിടെ പ്രവർത്തകർ നേതാക്കൾ എത്തിയിരിക്കുന്നു. കൂടുതൽ കൂടിയാലോചനകൾ നടക്കുന്നു. SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന രാഹുൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ട്രേറ്റ് പരിസരം വരെ 2 കിലോമീറ്റർ റോഡ് ഷോ നടത്തും എന്നായിരുന്നു നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മളുടെ പ്രതിനിധികൾ പങ്കുവയ്ക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പലയിടങ്ങളും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്, സുരക്ഷാ പാലിക്കേണ്ട ആവശ്യവുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ റോഡ് ഷോ വെട്ടിക്കുറച്ചേക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാവോ ആക്രമണത്തെ തുടർന്നൊക്കെയും വലിയ ക്രമീകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിക്ക്. നേരത്തെ അദ്ദേഹത്തിന്റെ വയനാട്ടിലേക്കുള്ള സന്ദർശനത്തിന് പോലും വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന സാഹചര്യം അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നു. സൈനികന്റെ വീട് സന്ദർശിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം അതുമൂലം ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ വയനാട്ടിലേക്കാണ് രാഹുൽ ഗാന്ധി വീണ്ടും എത്തുന്നത്. ആ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ റോഡ് ഷോ വെട്ടിക്കുറച്ചേക്കുമെന്ന് മനസ്സിലാക്കുന്നു. മനു ഭരത് കൂടി ചേരുന്നു. മനു, എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? 2 കിലോമീറ്റർ റോഡ് ഷോ എന്നുള്ളത് കുറച്ച് 200 മീറ്റർ ആക്കാനുള്ള സാധ്യത തന്നെയാണോ ഉള്ളത്? രേണുക, അത്തരത്തിലൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ താല്പര്യം കൂടി കണക്കിലെടുത്തായിരിക്കും ഉണ്ടാകുക. ഏതായാലും വലിയ ആവേശത്തോടുകൂടി ജനങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണാം. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് കലക്ട്രേറ്റിലാണ്. ഇവിടെ എത്തിയാണ് രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കുന്നത്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ മലപ്പുറത്തുനിന്ന്. രാഹുൽ ഗാന്ധിയെ കാണുക എന്ന ആവേശത്തോടു കൂടി തന്നെയാണ്. അങ്ങനെ തന്നെ രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയായി കാണുന്നതിന് വളരെ ആഗ്രഹവും ആവേശവുമാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും അത് പൊതുജനങ്ങൾ ഏറ്റെടുക്കും. തീർച്ചയായിട്ടും 2019 ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി തന്നെയാവും പ്രധാനമന്ത്രി. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഈ തീരുമാനത്തിനെതിരായിട്ടാണ് ജനാധിപത്യ എല്ലാ വിശേഷങ്ങളും. ഇവിടെ ഇറച്ചി തിന്നാനോ കഴിയുന്നവർക്ക് ഇറച്ചി തിന്നണോ, ഏത് വസ്ത്രമാണെന്ന് ഞങ്ങൾ അരീക്കോട്, കീഴ്പറമ്പ്, മലപ്പുറം ഡിസ്ട്രിക്ട്, ഏറനാട് മണ്ഡലം, മറ്റു ജില്ലകളിൽ നിന്നും നിങ്ങളൊപ്പം മലപ്പുറത്തുനിന്നും അതിനപ്പുറത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ ഒരൊറ്റ ആവശ്യത്തേ ഉള്ളൂ, ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം, ജനങ്ങൾക്ക് ആവശ്യമുള്ള മതം, ഇതെന്താ എല്ലാവരും ഒരൊറ്റ ഇന്ത്യയാണ് ഞങ്ങൾ ലക്ഷ്യം. ഇവിടെ ജീവിക്കണം. ഞങ്ങൾക്ക് സാധാരണക്കാരനെ പോലെ ഇതുവരെ ജീവിച്ച മാതിരി ജീവിക്കണം. ഈ 5 വർഷം ഞങ്ങൾ അനുഭവിച്ചത് വളരെയധികം കഷ്ടപ്പാടിൽ ബുദ്ധിമുട്ടി. GST ആയാലും നോട്ട് നിരോധനമായാലും പലതും കൊണ്ടുവന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ് നരേന്ദ്രമോദി സർക്കാർ. ആ സർക്കാരിനെ താഴെ ഇറക്കാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മോഡി സർക്കാരിനെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ അവസാനത്തെ തെരഞ്ഞെടുപ്പാവാൻ ചാൻസ്. എത്ര വയസ്സായി? 88. രാഹുൽ ഗാന്ധിയെ കാണണമെന്നുള്ള ആവേശം. ഭയങ്കര കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരാണോ, UDF പ്രവർത്തകരാണോ? മണ്ഡലം പ്രസിഡന്റാണ്. എന്താണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കോ? അതിനുവേണ്ടി ഇപ്പോഴും പ്രവർത്തിക്കും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. രാഹുൽ ഗാന്ധി ഇന്ന് ഈ വയനാട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് വ്യക്തമായ ഒരു സന്ദേശത്തോടു കൂടിയാണ്. ഇന്ന് ഈ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേര് വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ താക്കീത് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വലിയ ഭൂരിപക്ഷം 5 ലക്ഷത്തിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി ജയിക്കും. അതിന്റെ കാരണം ഉണ്ടാവും. 5 ലക്ഷം രാഹുൽ ഗാന്ധി വയനാട്ടില് വന്ന് തന്നെ ഈ വയനാട് ജനതയ്ക്കെല്ലാം ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുന്നു വയനാട്. ഈ വയനാട്ടിലെ അറിയപ്പെടാത്ത ആദിവാസി മേഖല എന്ന് അറിയപ്പെടുന്ന ഈ പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും വയനാട് മാത്രമേ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിൽ വരെ ഇതിന് 20 സീറ്റും കിട്ടിയിരിക്കും. വളരെ ആകാംക്ഷയോടുകൂടി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എത്തിയിരിക്കുന്നു. എവിടുന്നാ വരുന്നത്? തായാരപ്പെട്ട 6 മണിക്ക് എത്തി. രാഹുൽ ഗാന്ധി അത്ര ഇഷ്ടമാണോ അതോ കോൺഗ്രസിനോടുള്ള ഇഷ്ടമാണോ? രാഹുൽ ഗാന്ധിനെ കാണണം, കോൺഗ്രസാണ് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതാണ് പാർട്ടി.
ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ രാഹുൽ ഗാന്ധി? ആദ്യമായി കാണാനുള്ള ഒരു ആഗ്രഹം, സന്തോഷത്തിലാണ്. എങ്ങനെ ഒറ്റയ്ക്കാണോ വന്നത്? ആരാണ് നിങ്ങളെ കൊണ്ടുവന്നത്? ഒറ്റയ്ക്ക് വന്നു. സ്കൂട്ടി എടുത്തു വന്നു. ശരി. രഞ്ജിനി, അതാണ് രേണുക, അതാണ് വലിയ തോതിലുള്ള ആവേശം ആളുകൾക്കിടയിൽ പ്രകടമാണ്. നമുക്കിവിടെ എല്ലാം കാണാൻ കഴിയും. ആളുകൾ ഇത് വീശുന്നതും അത്തരത്തിൽ വാഹനങ്ങളിലെത്തി. വാഹനങ്ങളിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ UDF-ന്റെയും പതാകകൾ, കോൺഗ്രസിന്റെ പതാകകൾ എല്ലാം തന്നെ പതിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളുമായി കൽപ്പറ്റ കളക്ട്രേറ്റിന് മുന്നിൽ നിന്നുമുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മനു ഭരതാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. കളക്ട്രേറ്റിൽ 11 മണിക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി എത്തുന്നതെങ്കിൽ പോലും ഇപ്പോൾ തന്നെ പ്രവർത്തകർ നിറഞ്ഞിരിക്കുന്നു. 6 മണി മുതൽ തന്നെ പ്രവർത്തകരുടെ ഒഴുക്ക് തുടങ്ങിയിരിക്കുന്നു. രാഹുലിനെ കാണുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ. കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരായ കോഴ ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ റിപ്പോർട്ട് തേടി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറോടാണ് റിപ്പോർട്ട് തേടിയത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? MK രാഘവനെതിരായ കോഴ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയാണ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ ഇടപെടൽ. കോഴിക്കോട് കളക്ടറോട് അദ്ദേഹം അടിയന്തര റിപ്പോർട്ട് തേടി. സംഭവത്തിന് നിജസ്ഥിതിയും വസ്തുതയും അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം നിയമപരമായ നടപടികളിലേക്ക് കടക്കുമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നു. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിക്കും. പ്രളയം സംബന്ധിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കൂടി സജീവ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നുവരികയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ദേശീയ പ്രാധാന്യവും വർദ്ധിച്ചു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് പ്രളയം സംബന്ധിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. ജുഡീഷ്യൽ അന്വേഷണം ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണായുധമാക്കാനുള്ള നീക്കത്തിലാണ് UDF. പ്രളയ കാരണം സർക്കാരിന്റെ വീഴ്ചയാണെന്ന് ശരിവെക്കുന്നതാണ് റിപ്പോർട്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഈ പ്രളയത്തിന്റെയും പ്രളയത്തോടനുബന്ധമായി ഉണ്ടായ എല്ലാ ദുരന്തങ്ങളുടെയും ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന നിലപാടിലാണ് സർക്കാർ. കേരളത്തെ ആകെയും പ്രത്യേകിച്ച് പ്രളയബാധിത പ്രദേശങ്ങളെയും ഏറെ ബാധിക്കാനിടയുള്ള വിഷയത്തിൽ സർക്കാരിന്റെ വിശദീകരണം ഇന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ കൂടുതൽ ദേശീയ വിഷയങ്ങളിലേക്ക് കൂടി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ മാറും. കോൺഗ്രസിലെയും BJP-യിലെയും കൂടുതൽ ദേശീയ നേതാക്കളും കേരളത്തിലെ പ്രചാരണം കൊഴുപ്പിക്കും. തീർച്ചയായിട്ടും എല്ലാ നാഷണൽ നേതാക്കന്മാരും ഇവിടെ വരും. മോദി സർക്കാരിനെ താഴെയിറക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തിൽ പരസ്പരം മത്സരിക്കുന്ന രണ്ട് പ്രധാന മുന്നണികൾ. കേരളത്തിലെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി സാധ്യത കൽപ്പിക്കുന്ന ഒരു ദേശീയ നേതാവ് ആദ്യമായി കേരളത്തിൽ നിന്നും ജനവിധി തേടുന്നു തുടങ്ങിയ പ്രത്യേകതകളും ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. 3 മുന്നണികളും ഒരുപോലെ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഈ ദിവസങ്ങളിൽ പ്രചരണ വിഷയങ്ങൾ മാറിമറിയാം. R. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. തൃശൂർ ചിയാറത്ത് പെൺകുട്ടിയെ വീട്ടിനുള്ളിൽ കയറി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്നു. ബിടെക് വിദ്യാർത്ഥിനിയായ നീതുവിനെയാണ് കൊലപ്പെടുത്തിയത്. സുഹൃത്ത് വടക്കേക്കാട് നിതീഷ് പോലീസ് കസ്റ്റഡിയിലായി. സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, മറ്റൊരു ദാരുണമായ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. എന്താണ് ഈ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് നയിച്ചതിനുള്ള കാരണമെന്നാണ് അറിയുന്നത്? രേണുക, കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് ഇന്ന് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. തൃശൂർ ചിയാറത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടിയെ 22 വയസ്സുള്ള ബിടെക് വിദ്യാർത്ഥിനിയായ 22-കാരിയായ പെൺകുട്ടിയെയാണ് തീ കൊളുത്തി കൊന്നിരിക്കുന്നത്. വീട്ടിൽ ചിയാരം പോസ്റ്റ് ഓഫീസിന് സമീപമാണ് പെൺകുട്ടിയുടെ വീട്. ഇവിടെ വീട്ടിലേക്ക് യുവാവ് എത്തുകയായിരുന്നു. അതിനുശേഷം പെൺകുട്ടിയുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. തുടർന്ന് ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന പെട്രോൾ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വീട്ടിനുള്ളിൽ ബന്ധുക്കളും മറ്റു ആളുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യുവാവിനെ രക്ഷപ്പെടാനുള്ള ശ്രമം വിഫലമായി. നാട്ടുകാരെല്ലാവരും ചേർന്ന നിതീഷ് എന്ന് പറയുന്ന 32 വയസ്സുകാരനായ വടക്കേക്കാട് സ്വദേശിയെ ഉടൻ തന്നെ പിടികൂടി. ഇയാൾ ഇപ്പോൾ അബോധാവസ്ഥയിൽ ആണ് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. തുടർന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രണയ നൈരാശ്യമാണ് കാരണം എന്നാണ് നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്.
മറ്റ് വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പെൺകുട്ടികളെ പെട്രോൾ ഒഴിച്ച് കൊല്ലുന്ന തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.